ഫ്ലവർ ഫ്രൈ, പിന്നെ 4 ഗുണമോ മെച്ചം വിലയോ തുച്ഛം. അടിപൊളി വൈബ്. 10 ബീഫും പൊളി. 10 ബീഫും കേസ് ഇത്ര ഒട്ടും ഞങ്ങൾ പ്രതീക്ഷയില്ല കഴിച്ചു. ഇത് തകർത്തുന്ന ഒരു രക്ഷയില്ലായി. അതുപോലെ ടേസ്റ്റ് അല്ല. പത്തിരി നിങ്ങളുടെ നാട്ടിലെ കടയിലെ എന്താ അഭിപ്രായം? നല്ല ടേസ്റ്റ്. അടുത്ത സാധനം വന്നു എന്നാ എടാ അത് ഞാൻ കിള്ളിയിട്ടടാ. എന്റെ പഴംപൊരി അടക്കുന്ന ബീഫ് മസാല അടക്കം തീർത്ത് സാറി മുഖ്യാണ് പഴംപൊരി വെച്ചത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനുണ്ട്, മോനുണ്ട്, നമ്മുടെ 3-4 കമ്പനിക്കാരും കൂടെ ഉണ്ട്. ഞങ്ങൾ രാത്രി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ മറ്റന്മാരെ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ ഈ മുട്ടയുടെ മേളിൽ കൂടെ ഇങ്ങനെ പച്ചായിട്ടുണ്ടോ ഇതിങ്ങനെ കാന്താരിമുളക് അരച്ചത്, പിന്നെ നമ്മുടെ പഴംപൊരിയും ബീഫും. ഇത് നമ്മുടെ എവിടെയാണ് നോക്കി കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം മൂവാറ്റുപുഴയുണ്ടോ, നമ്മുടെ ബജ്ജിക്കട മൂവാറ്റുപുഴയിൽ ചേരിപ്പടിയിൽ അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കമ്പനിക്കാരന്മാരെ ഞാൻ വിളിച്ച് നമ്മൾ സെറ്റ് അടിച്ച് പോകാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ഫുഡ് കഴിക്കുന്ന പരിപാടി, അതായത് എന്താ സംഭവം ടേസ്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മോന് കഴിച്ചിട്ടുണ്ടോ? ഞാനിതൊരു കഴിച്ചില്ല. ഇത് തന്നെ ആരും തന്നെ കഴിച്ചിട്ടില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ എടുത്ത് പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം പരിപാടി ഗൈസ്. അപ്പോൾ 2 കമ്പനിക്കാർ ഇതേ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടും ക്യാപ്സിലോക്കും വരുന്നുണ്ട്. പിന്നെ ഒരാൾ നമ്മുടെ കോതമംഗലത്ത് നിന്ന് നമ്മൾ പിക്ക് ചെയ്തെടുത്തോണ്ട് പോകണം. പിക്ക് ചെയ്തല്ല, അതിൻ്റെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ എബി ഇല്ലേ, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. പോവാം, മുട്ട തിന്നാൻ പോവാം. മുട്ട ഗൈസ്, നിങ്ങൾ ഈ പൾസറിന്റെ പുറകെ കണ്ടോ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ കുന്തം പോലെ നിൽക്കുന്നത് എന്നാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായത്? ഇത് കണ്ടോ അതിന് സംഭവം എന്താ പറയാ മറ്റേ അതിന്റെ സംഭവം എന്താ മനസ്സിലായി? ഇൻഡിക്കേറ്റർ മാറിപ്പോകുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റർ മാറിപ്പോയാണ്. അത് അപ്പുറത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ആണ് മേടിച്ച് ഇപ്പറ വെച്ച് പോയത്. പറഞ്ഞിട്ട് തന്നെ മേടിച്ചു പോയില്ല, തിരിച്ചെടുക്കില്ലാത്ത കടയിൽ നിന്നായിരിക്കും ഇപ്പൊ മേടിച്ചത്, അതുകൊണ്ടായിരിക്കും. സ്റ്റാൻഡിലെങ്ങാണ്ട് പോയി നിൽക്കുക. ഇപ്പൊ വരാന്ന് പറഞ്ഞാണ്. അങ്ങോട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. പോകുന്ന വഴിക്കൊരു ക്യാമറ ഉണ്ട്, ക്യാമറ. അപ്പൊ നമ്മൾ ബാഗ് വെച്ച് മറക്കുന്ന സീനും കൂടെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു അത് മസ്റ്റായിട്ട് എനിക്ക് എടുക്കണം. എടാ വള്ളി ഗൈസ്, ഇവിടെ അടുത്തൊരു ക്യാമറ കിട്ടോ, നമ്മുടെ കക്കടാശ്ശേരി. കക്കട നേരിക്കുന്നു. അങ്ങോട്ടുണ്ട്. ആ ലോറിക്കൊത്ത പിടിച്ചോ. പൂഞ്ചി അങ്ങോട്ടില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കട്ടോ. ആ സാധനം കഴിക്കാൻ വേണ്ടി വന്നാണ്. ഇനിയിപ്പോൾ അത് ഉണ്ടോന്ന് പോയി ചോദിച്ചോട്ടെ. ഓക്കെ, എടാ എല്ലാവർക്കും മറ്റേ പീസ് പറയുന്നു പറയട്ടെ. പച്ചമുട്ട പറയട്ടെ പറയുന്നു. ചേട്ടാ, ഈ പച്ച ഇതില്ലേ അത് അതിനെത്രയാ? 10 രൂപ. എല്ലാവർക്കും ഒരേ പീസ് ഉണ്ട്. 5 പീസ്. ഇഷ്ടംപോലെ ആൾക്കാരോട് ഇരിപ്പുണ്ട്. സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ചെറിയ പരിപ്പുവട, പിന്നെ ഉഴുന്നുവട, പിന്നെ ഉള്ളിവട, പിന്നെ മറ്റേ കോളിഫ്ലവർ ഫ്രൈ, പിന്നെ സമൂസ. 2 പിന്നെ കട്ട്ലൈറ്റ്, പിന്നെ നമ്മുടെ എന്നതിൻ്റെ പേര് ബജ്ജിയുണ്ട്, മുട്ട ബജ്ജി. സാധനമുണ്ട്. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ വൃത്തിയായിട്ടാണ് സാധനം തന്നെ കൊണ്ടുവരുന്നത്. കാന്താരിമുളകാണ് കേട്ടോ. ചാവോ അത് 2 വന്നോളൂ.
പറയാം 4 മതിയോ 5 എണ്ണം 4 2 നന്നായിരുന്നു കേട്ടോ. അപ്പോൾ 3 പോരെ? ഓക്കെ ഓക്കെ 2 കട്ട്ലേറ്റ് 2 സമോസ വേറെ വാ വാ ഇത് എല്ലാവരും കഴിച്ചു തുടങ്ങിയോടാ എങ്ങനെയുണ്ടാ അല്ല തിരിച്ചെന്ന് പറഞ്ഞു നമ്മളത് സാധാ മുട്ട പണി കഴിക്കില്ലേ അതിനകത്ത് കുറച്ച് കാന്താരി മുളക് ഇത്രയുള്ളൂ. അതുള്ളോ ഞാനോറ ടേസ്റ്റ് ചെയ്യട്ടെ. ബ്രോ എന്ത് ബ്രോ ബ്രോ കൂടെ ബ്ലോഗ് എടുത്തിട്ട് ഞാനോറ കഴിച്ചു നോക്കാൻ പറ്റും ഉള്ളേ സാധാരണ മുട്ട പണി കഴിക്കില്ലേ? സോറി സാധനം മാറിപ്പോയി പൊന്നടാ ചരിച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റയടിക്ക് കഴിച്ച് കഴിഞ്ഞാൽ വൈബായിട്ടുണ്ട് സാധനം. പഴംപൊരി ബീഫുണ്ട് അതുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാനും ബ്രോ ഇങ്ങനെ കഴിക്കുന്ന വീട്ടിൽ ഞാനിവിടെ കഴിക്കുന്നുണ്ടോ എനിക്ക് എടുക്കുന്നോട്ടോ മുളക് കൂട്ടിയെടുത്ത് മുളക് കഴിച്ചിട്ട് ക്യാമറയിൽ കിട്ടണം. എനിക്കിഷ്ടമായി നിനക്കിഷ്ടമായോ? കൊള്ളാം അടിപൊളി ഇഷ്ടമായടാ ഇഷ്ടമായി നോക്കി കളിയാ കറക്റ്റ് റിവ്യൂ പറഞ്ഞു കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ? ആ ഹെൽമെറ്റ് നിർത്തേ കൊള്ളാം. ഗൈസ് ഏതായാലും ഇവിടം വരെ വന്നത് വേസ്റ്റായില്ല. നമ്മുടെ പഴംപൊരി ബീഫ് എന്നുള്ള കൊതി ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നുപോയി. നമ്മൾ നേരത്തെ വരണമായിരുന്നു 2 മണിക്കൂർ നേരത്തെ വരണമായിരുന്നു. ഏകദേശം ഒരു 2 വർഷത്തോളം ഈ കട തുടങ്ങിയിട്ട് പക്ഷേ നല്ല കച്ചവടമുണ്ട്. ഏകദേശം സാധനങ്ങളെല്ലാം ചെയ്തുണ്ടോ തീർന്നു വരികയാണ് മൊത്തത്തിൽ. സ്ഥലം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ അടുത്തടുത്ത് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു ചെറിയ കടയാണെങ്കിലും അതിൻ്റെ ഒരു വൈബ് ഉണ്ട്. ഇതുണ്ടോ നമ്മുടെ ബജ്ജിക്കട എന്നും പറഞ്ഞു എല്ലാ സാധനങ്ങളുണ്ട്. ഇക്കണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാത്തിനും വിലക്കുറവാട്ടോ. ഇതുണ്ടോ കടികൾക്കെല്ലാം 5 രൂപയുള്ളൂ. നമ്മുടെ മുളകിൻ്റെ സാധനം സ്പെഷ്യലായതുകൊണ്ട് അതിന് 10 രൂപയാണ്. പക്ഷേ ബാക്കി എല്ലാ സാധനത്തിനുണ്ടോ ചെറുകടികൾ 5 രൂപ, കോളിഫ്ലവർ 65 രൂപ, 40 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ചെറിയ വിലയുള്ളൂ കേട്ടോ. അല്ലേ ഇല്ല ബ്രോ? ചെറിയ വിലയാണ് തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ മതി. ഏതായാലും കൊള്ളാം. ഇനി നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ എന്ത് സാധനം ഇവിടെ ഉള്ളത് ഞാനൊന്ന് നോക്കട്ടെ. എടാ ഇനി എന്നടാ ഇവിടെ എന്നെ കഴിക്കാനുള്ള കട്ട്ലൈറ്റ് നോക്കിയാലോ? കട്ട്ലൈറ്റ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇനി അടുത്തൊരു സാധനം കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാതെ ഇവിടം വരെ വന്നേടാ. ഒരു റൗണ്ട് കൂടെ അത് കഴിച്ചാലോ? എനിക്ക് തോന്നുന്നുണ്ട് ഓണോടാ മേടിക്കാം. ഒരു പീസ് കൂടെ തരാമോ? അത് കാന്താരി എന്താണെന്നറിയില്ല. മുട്ടയോടെ ഇച്ചിരി ഒരു ഇതുണ്ട്. അത് ഓർമ്മല്ലേ? അതെന്നാ റേറ്റ്? 10 ബീഫും 30 രൂപ. 30 രൂപ അതൊരു പീസ് തന്നെ. 10 ബീഫുണ്ട്. 10 ബീഫ് 30 രൂപ. 10 രൂപ അല്ലേ ബ്രോ? എങ്ങനെയുണ്ട്? ബ്രോ ഒന്ന് മൈൻഡ് ചെയ്യണോട്ടോ എല്ലാവരും. എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് മൈൻഡ് ചെയ്യാം. 10 ബീഫും പറഞ്ഞിട്ടുണ്ട്. മേടിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എടാ
ഇതൊന്ന് പിടിക്കടാ ഞാനൊന്ന് നാട്ടു പോയി ബീഫ് പൊടി ഞാൻ ബീഫ് കൂട്ടില്ല എൻ്റെ കളിയാ 10 രൂപ പോയി രക്ഷയില്ല പൊളിയാ 10 രൂപ പോയി രക്ഷയില്ല പൊളിയാ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ അത് ഇറങ്ങുമ്പോൾ പൊപ്പൊളി സാധനം 2 ദിവസം ഒരു 10 രൂപ പറഞ്ഞേ ഒരു 10 രൂപ പറഞ്ഞാ അങ്ങനെ പിടിച്ചോണ്ടിരിക്കരുത് അടിപൊളി സാധനം എല്ലാ സാധനം അളി അത് സൂപ്പർ സാധനം നിങ്ങൾക്ക് കുണ്ടറ മൈര് ഉണ്ട് മാടം മൈരുള്ളത് ഇയാളെ കഴിച്ചിട്ട് പറയാം 10 രൂപ പത്ത് രൂപ നടത്തിക്കൊന്ന് കാണിക്കണ്ടേ അത് ഇനി അടുത്ത ബീഫ് വരില്ലേ കഴിച്ചു അവനടുത്ത 10 രൂപ ഇതിനകത്ത് ഒരു പണിയാണ് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ ക്യാമറയുടെ അടുത്തോണ്ട് ഇത് ചെയ്യണം ഇത് ഷൂട്ട് ചെയ്യണം അത് ഷൂട്ട് ചെയ്യട്ടോ അടുത്ത് ഷൂട്ട് ചെയ്യണം ഞങ്ങൾ ഷൂട്ട് ചെയ്യണം ഇത് ഷൂട്ട് ചെയ്യണം ഓക്കെ ബ്രോ ആ ബീഫ് പറഞ്ഞ വെള്ളിയെടുത്തേ ഒരു ബീഫ് പറഞ്ഞ വെള്ളിയെടുത്തേ ഒരു ബീഫ് 10 ബീഫ് ഇത് കഴിക്കണോ ഓക്കെ ഷീപ്പല്ലേ ഓർഡർ പറഞ്ഞില്ല അത്ര പൊളിയാ കിടലം ബീഫ് പിന്നീട് അങ്ങനെ ഡയറ്റിങ് അവിടെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു പിടിച്ചോ അടുത്ത 10 രൂപ പിടിച്ചാൽ ഞാൻ അടുത്ത് തട്ടിട്ട് ഇത് കുഴപ്പമില്ല ബ്രോ ഇത് കുഴപ്പമില്ല അത് കാണിച്ചാൽ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ 10 ബീഫ് കഴിക്കുക ഈ ഷോട്ട് വന്നിട്ട് നിങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തൊന്ന് അഭിപ്രായം ചോദിക്കട്ടെ കേട്ടോ എല്ലാം സമാനമായിട്ട് ഒന്ന് പറഞ്ഞു വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു ഗുണമോ മെച്ചം വിലയോ തുച്ഛം അടിപൊളി വൈബ് 10 ബീഫും പൊളി 10 ബീഫും കേസ് ഇത്ര ഒട്ടും ഞങ്ങൾ പ്രതീക്ഷയില്ല കഴിച്ചു ഇത് തകർത്തുന്ന ഒരു രക്ഷയില്ലായി പോയി അതുപോലെ ടേസ്റ്റ് 10 ബീഫും നമ്മളൊക്കെ മൂവാറ്റുപേട്ട സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് എൻ്റെ പേരെങ്ങനെയാണ് ഫർസീൻ എൻ്റെ ഒരു സിദ്ധിക്ക് നിങ്ങളുടെ നാട്ടിലെ കടയിലെ എന്താ അഭിപ്രായം നല്ല ഗൈസ് ഇവിടുത്തെ നാട്ടുകാർ കടയിലെ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പൊളി സാധനം അടുത്ത സാധനം വന്നു എന്നാ പിടി ഈ കോമന്റ് ഒരു മിനിറ്റ് ഡയറക്ഷനോ ഇതല്ല ഒന്ന് കഴിയട്ടെ നമ്മൾ കാത്തിരുന്ന സാധനം ഉള്ളിയാണോ വരുന്നുള്ളല്ലേ കൈ കൊള്ളുന്നില്ല സമാധാനപ്പെട്ടെ ഇത് തന്നാലേ എൻ്റെ ടേസ്റ്റ് വെക്കുന്നു തേടി ചേർത്ത കൂട്ടമില്ല ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് തന്നെ ഷെയർ ചെയ്ത് തരട്ടോ അതല്ല തീർക്കല്ലേ ഇതിൻ്റെ അറിയോ ഇതിൻ്റെ ഇടയ്ക്ക് ബീഫ് ഞെക്കാൻ പറ്റുന്നില്ല എവിടെയാണ് ഇയാളപ്പത്തേക്ക് മേലത്തെ തൊലിയല്ല മൊത്തം പൊളിച്ചെടുത്തു ബീഫിന്റെ കറന്ന് വന്ന് ബീഫ് മാത്രം എടുത്ത് കഴിക്കുകയാണ് ബോഡി ഒരുത്തേ അത് കണ്ട അത് അക്രാത്താണ് ഞാൻ പുളിയേക്കണ ഒരു എടുത്ത് ഇവിടെ ചൂടാറവിൽ വെച്ചത് ഞാൻ നീ എടുത്തോ നിനക്ക് ക്യാമറ മൊബൈൽ ആകെ ഒരു ബീഫ് ഭക്ഷണം ഉള്ളു മൊത്തം തിന്നു കൂടി കേട്ടോ ഒരു ബീഫ് ഭക്ഷണം എടുക്കല്ലേ ഭയങ്കര ചൂട് ഒരു ബീഫ് ഭക്ഷണം എടുക്കണേ അങ്ങനെ ആ സൈഡിൽ കൊണ്ടുപോകണം ഇപ്പുറ സൈഡിലേക്ക് ഇവിടുന്ന് ബീഫും എല്ലാവരും എടുക്കുക അത്
അതെ എല്ലാവരും എടുക്കാം, എല്ലാവരും ഞാൻ കഴിക്കാൻ പോട്ടാം എടുക്കാം. ബ്രോ 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 ആ കൊള്ളാം കൊള്ളാം. ആൾക്കാരുള്ള നമ്മളെല്ലാവരും പക്ഷേ ഇതുണ്ടല്ലോ ഇച്ചിരി ലേശം ഒന്ന് തണുക്കണം കേട്ടോ. അതായത് നമ്മുടെ കമ്പനിക്കാർ പോവാണോ? എടാ അത് ഞാൻ കിള്ളിയിട്ടടാ, ഇത് എൻ്റെ സത്യം പറഞ്ഞാലേ ഞാൻ ബ്ലോഗ് എടുക്കണ്ട ചുമ്മാ എടുത്തിട്ട് അല്ലാതെ ഏതാ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു guys. എനിക്ക് 10 ബീഫ് കേട്ടോ. പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും എനിക്ക് 10 ബീഫ് എനിക്ക് 10 ബീഫ്. കാരണം എന്താ പറയുക, പഴംപൊളി ബീഫ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി. പഴംപൊരി രുചിയിട്ട് കഴിക്കാൻ പറ്റി. അതിന് മുട്ട. ഇനീഷ്യലി പഴംപൊരി അടക്കുന്ന ബീഫ് മസാല അടക്കം തീർത്ത് ചാറി മുക്കിയാണ് പഴംപൊരി വെച്ചത്. അതുള്ള കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ അടുത്തൊരു പന്തി മേടിച്ചിട്ട് ഇവന് കൊടുക്കണ്ടാത്തതാണ്. പിന്നെ പാവല്ലേ വെക്കാവൻ കണ്ണ് കിടക്കണം. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടല്ലോ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ തൊട്ടടുത്ത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ ഇവിടെ മൂവാറ്റുപുഴയിൽ കിടിലുള്ള സ്പോട്ടുണ്ട്. നമ്മുടെയൊക്കെ കട നല്ല സുഖമായിട്ട് വന്ന് കഴിക്കാം. നല്ല ചെറിയ വിലയ്ക്ക് അടിപൊളിയാണ്. ആദ്യം നേരത്തെ പറഞ്ഞ ഡയലോഗ് ഏതായിരുന്നു? ഗുണമോ മെച്ചം വിലയോ രുചിയോ മെച്ചം വിലയോ ഗ്രേറ്റ്. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.